ഹരിത സർ, ലിയോ പതിനാലാമൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് പുതിയ മാർപ്പാപ്പ അധികാരമേൽക്കുന്നു. ഒപ്പം ഈ മാർപ്പാപ്പ അധികാരത്തിലേൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തിനിടയിൽ എന്ന് മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെ അല്ലെങ്കിൽ ലോകത്തൊട്ടാകെ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണ്? ലോകത്തിന് ഒരു 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 പുതിയ മാർപ്പാപ്പ വന്നിരിക്കുന്നു. അത് ക്രൈസ്തവ സഭയ്ക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ ഒരു 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 പ്രധാനപ്പെട്ട വിശേഷമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മതമാണ് ക്രൈസ്തവ സഭ അല്ലെങ്കിൽ ക്രൈസ്തവര്. അവർക്കൊരു അധിപൻ. അത് ഇത്തവണത്തെ പ്രത്യേകത അമേരിക്കയിൽ നിന്ന് ഇതാദ്യമായിട്ടൊരു മാർപ്പാപ്പ വരുന്നു എന്നതാണ്. രണ്ടാമത്തെ ഒരു പ്രാധാന്യം ഞാൻ കാണുന്നത്, കർദിനാളായി ചുമതലയേറ്റ് 2 വർഷത്തിനകം മാർപ്പാപ്പയാകുന്ന ഒരു വ്യക്തിത്വം. അതാണ് ലിയോ 14. അദ്ദേഹം തീർച്ചയായിട്ടും ലോകത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ വഴികാട്ടിയാവും, മാർഗദർശിയാകും. എല്ലാവർക്കും നന്മകൾ ചൊരിയാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ക്രൈസ്തവ സഭ പല തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതിനെക്കുറിച്ച് സഭയ്ക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. വത്തിക്കാനിൽ നിന്നും ഒക്കെ പുറത്തു വരുന്ന വാർത്തകളിൽ തന്നെ അത്തരം വെല്ലുവിളികളെ എങ്ങനെ ഓവർകം ചെയ്യണം, പരിഹരിക്കണം എന്നുള്ള ചിന്തകൾ നമ്മൾ കാണാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചെറുപ്പക്കാർക്കിടയിൽ മതവിശ്വാസം കുറയുന്നു എന്നതാണ്. ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് അറിയപ്പെടാൻ പലരും തയ്യാറാകാത്ത ചിത്രം നമ്മൾ കാണുന്നുണ്ട് പല ഭാഗത്തും. അമേരിക്കയിലെ തന്നെ ചിത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഏതാണ്ട് 24% പേരാണ് 2020 കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളാണ് എന്ന് പറയാൻ തയ്യാറായിരുന്നത് എന്നതാണ് ഒരു കണക്ക്. 2025 ആകുമ്പോൾ അത് 20% കുറയുന്നു. പ്രാക്ടീസിങ് കാത്തലിക്സ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. 977 അത് 55% അമേരിക്കയില് ഇപ്പോൾ അത് 20% കുറയുന്നു. അപ്പോ അങ്ങനെ പള്ളികൾ പൂട്ടിപ്പോകുന്നു. പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് ഞായറാഴ്ചകളിൽ പോലും വരുന്നവരുടെ എണ്ണം കുറയുന്നു. അത്തരം വെല്ലുവിളികൾ ക്രൈസ്തവ സഭ നേരിടുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ആഗോളതലത്തില് നമ്മൾ കാണേണ്ടത്, ലോകത്തിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും വലിയ മതം, ഏറ്റവും ശക്തിയാർജിച്ച മതം ക്രൈസ്തവ സഭ തന്നെയാണ്, ക്രൈസ്തവ മതം തന്നെയാണ്. ഏതാണ്ട് 5430 ബിഷപ്പുമാര്, ഏതാണ്ട് 4.7 ലക്ഷം അച്ഛന്മാര്, പ്രീസ്റ്റുമാര്. അതിനു പുറമെ സേവന രംഗത്ത് ക്രൈസ്തവ സഭ നടത്തുന്ന പ്രവർത്തനങ്ങൾ ചെറുതായിട്ട് കണ്ടുകൂടാ. ഏതാണ്ട് 5500 ആശുപത്രികൾ ഉണ്ടെന്നാണ് കണക്ക്. സ്കൂളുകള് ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് സ്കൂളുകളുണ്ട്, LP സ്കൂൾ, UP സ്കൂളുകളൊക്കെ ആയിട്ട്. സെക്കൻഡറി സ്കൂളുകൾ തന്നെയുണ്ട് ഏതാണ്ട് 45,000 അടുത്ത്. അങ്ങനെ സാമൂഹ്യ സേവന മേഖലയിൽ, വിദ്യാഭ്യാസ രംഗത്ത്, ആതുര സേവന മേഖലയിൽ ഒക്കെ തന്നെ ഈ സഭ വളരെ വലിയ കാര്യമായ പ്രവർത്തനം ഇന്ന് നടത്തുന്നുണ്ട്. അതിനിടയിൽ വെല്ലുവിളികളുമുണ്ട്. ഇപ്പൊ കേരളത്തിൽ പോലും ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ പല സമയത്തും നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. അങ്കമാലി, എറണാകുളം അതിരൂപതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങള് ഒക്കെ നമ്മൾ പരിഹാരം കണ്ടിട്ടുണ്ടാവും അതിന്. പക്ഷെ അങ്ങനെ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ചില പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ മാർപ്പാപ്പയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാട്. നമ്മൾ ഓർക്കേണ്ടത്, നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർപ്പാപ്പയെ, ഇദ്ദേഹത്തിന് മുമ്പുള്ള ഈ കാലം ചെയ്ത മാർപ്പാപ്പയെ കാണാൻ നരേന്ദ്രമോദി പോയിരുന്നു. 2 വട്ടം പോയിരുന്നു. ആ 2 വട്ടവും വളരെ ഘാതകമായ മനസ്സ് നിറഞ്ഞുകൊണ്ടുള്ള ഒരു ആശയവിനിമയം മാർപ്പാപ്പയും നരേന്ദ്രമോദിയും തമ്മിൽ നടന്നു. മാത്രമല്ല, കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ ആഗ്രഹത്തിനനുസരിച്ച് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ഔപചാരികമായിട്ട് ക്ഷണിക്കുകയും ചെയ്തു, ഫ്രാൻസിസ് മാർപ്പാപ്പയെ. പക്ഷേ ഇന്ത്യയിലെ സാഹചര്യങ്ങള്
അതിനനുസൃതമായിരുന്നില്ല. ആ സമയത്ത് മാർപ്പാപ്പയ്ക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ഇന്ത്യ സന്ദർശനം നീണ്ടുപോയതും അതിനു മുമ്പ് അത് നടക്കുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത്. പുതിയ മാർപ്പാപ്പ ലിയോ 14 സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇന്ത്യയുമായിട്ട് അനവധി കാലത്തെ ബന്ധമുണ്ടായിരുന്നു. പലവട്ടം അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, അദ്ദേഹം കേരളത്തിലും വന്നിട്ടുണ്ട്, കൊച്ചിയിൽ വന്നിട്ടുണ്ട്, ആലുവയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കേരളത്തിലെ സാഹചര്യങ്ങൾ അറിയുകയും കേരളത്തോട് പ്രത്യേക ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒരാളാണ് ഈ പുതിയ മാർപ്പാപ്പ. അതുകൊണ്ട് കേരളത്തിലെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു നല്ല സമയം തന്നെയാണ്. നല്ല ആവേശം പകരുന്നതാണ്. ആത്മീയതയുടെ ഒരു പുതിയ തലത്തിലേക്ക് എത്താൻ അവർക്ക് വഴി തുറന്ന് നൽകുന്നത് കൂടിയാണ് ഈ പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യയിലെ ക്രൈസ്തവ സഭ ചെറിയ ചെറിയ സഭയല്ല. ഉത്തരേന്ത്യയിൽ അവർക്ക് സ്വാധീനം കുറവാണ്. പക്ഷെ കേരളത്തിലുണ്ട്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലുണ്ട്, തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ നല്ല പങ്കുള്ള, നല്ലവണ്ണം സ്വാധീനമുള്ള ഒരുപാട് ക്രൈസ്തവരുള്ള, സഭ വിശ്വാസികളുള്ള നാടാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ മാർപ്പാപ്പയ്ക്കും ഇന്ത്യ സന്ദർശിക്കാനുള്ള ക്ഷണമുണ്ടാകും. നരേന്ദ്രമോദി ആ കാര്യത്തില് ഒരു കുറവും കാണിക്കില്ല. നരേന്ദ്രമോദി ഇനി കാണുന്ന സമയത്ത് നേരിട്ട് തന്നെ പുതിയ മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കും എന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ക്രൈസ്തവ സഭയ്ക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരുപാട് സേവന മേഖലകളിലൊക്കെ പ്രവർത്തനമുണ്ട്. പക്ഷെ ചില സന്ദർഭങ്ങളില് ചില മതപരമായ ചില സംഘർഷങ്ങൾ, മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചില സംഘർഷങ്ങൾ ഇന്ത്യയിൽ ദൗർഭാഗ്യവശാൽ സംഭവിക്കാറുണ്ട്. അത്തരം ചെറിയ ചെറിയ സംഭവങ്ങൾ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യങ്ങളെ പെരുപ്പിച്ച് കാണിക്കപ്പെടുന്നു എന്നതും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സംഘർഷമില്ലാത്ത സമന്വയത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ ഒരു പുതിയ കാലഘട്ടത്തിന് വഴി തുറക്കാൻ പുതിയ മാർപ്പാപ്പ തയ്യാറാകണം എന്നത് തന്നെയാണ്. പലപ്പോഴും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകൾ കിട്ടുമ്പോഴും അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ വളരുമ്പോഴും ഒക്കെയാണ്. അപ്പൊ മതപരിവർത്തനം എന്നുള്ള ആശയം മാറ്റി നിർത്തി സമാജ സേവനത്തിന് വേണ്ടി, മതത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പുതിയ മാർപ്പാപ്പ വന്നാൽ ലോകത്തിന് മുഴുവൻ അതൊരു വഴികാട്ടിയാവും. ലോകത്തിന് മുഴുവൻ സമാധാനത്തിന്റെ വിളക്ക് കത്തിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നാണ് കരുതുന്നത്. അതിന് മാർപ്പാപ്പയ്ക്ക് കഴിയട്ടെ, ക്രൈസ്തവ സഭയ്കൾക്ക് കഴിയട്ടെ, വത്തിക്കാന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും. ഒപ്പം അത്തരമൊരു ആശംസയൊക്കെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ട് എന്നുള്ളതും വ്യക്തമാണ്. മറ്റൊരു ചോദ്യം, ഹരിദാസ് സർ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഉണ്ടാക്കി വെച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പം അത് നമ്മുടെ പുതിയ മാർപ്പാപ്പയ്ക്ക്, പുതിയ പോപ്പിന് അതൊരു ബാധ്യതയാകുമോ? നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകമെമ്പാടും ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് ഓഫ് ആരാധക വൃന്ദം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മുൻപന്തിയിലായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അങ്ങനെ ഒരുപാട് പേരുടെ ഹൃദയങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കുള്ള ഒരു രൂപമുണ്ട്. അപ്പം പുതിയ പോപ്പ് അധികാരമേൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു രൂപം, അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കി വെച്ച ചില കാര്യങ്ങൾ ഒരു ബാധ്യതയാകാൻ, അല്ലെങ്കിൽ ആ പാത തന്നെ പിന്തുടരാൻ അദ്ദേഹം നിർബന്ധിതനാകും. അല്ല, നിർബന്ധിതനാകുന്ന പ്രശ്നമല്ല ഇവിടെ ഉള്ളത്. തന്റെ മുൻഗാമി ഒരു നല്ല വഴി തുറന്നിട്ടുണ്ടെങ്കിൽ അത് ക്രൈസ്തവ സഭയുടെ മാത്രം കാര്യമല്ല, ലോക സമാധാനത്തിന് വേണ്ടി, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു മാർപ്പാപ്പ തന്റെ മുൻഗാമി ഒരു വഴി തുറന്നിട്ടുണ്ടെങ്കിൽ ആ വഴി അടച്ചിട്ട് മറ്റൊരു വഴിയിലൂടെ പുതിയ മാർപ്പാപ്പ നീങ്ങേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നീങ്ങാനും കഴിയില്ല. കാരണം ഇതൊരു ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് കൂടിയാണ്. ഈ സഭ, ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് ഒരു വത്തിക്കാന്റെ അധിപൻ കൂടിയല്ലേ. ഒരു ഗവൺമെന്റ് എടുക്കുന്ന നിലപാട്, ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ മുഴുവൻ വഴി തിരിച്ചുവിടാൻ കഴിയുമോ? മുഴുവൻ മാറ്റാൻ കഴിയുമോ? അതേപോലെ ഞാനൊക്കെ വിശ്വസിക്കുന്നത് പുതിയ മാർപ്പാപ്പയ്ക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങി വെച്ച കർമ്മരംഗങ്ങളില്
പദ്ധതികളിൽ അതേ പാത പിന്തുടർന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അദ്ദേഹത്തിൻ്റെതായ ഒരു 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 ശൈലി ഉണ്ടാകുമായിരിക്കാം, ശൈലിയിൽ മാറ്റം ഉണ്ടാക്കാം, പക്ഷെ ഫോക്കസ് വിൽ ബി ദ സെയിം. എല്ലാവർക്കും ഒരു 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 നന്മ പ്രദാനം ചെയ്യുന്ന, ക്രിസ്തു പ്രദാനം ചെയ്തിട്ടുള്ള ഒരു നന്മയുണ്ടല്ലോ, ലോകത്തിന് നൽകിയിട്ടുള്ള ഒരു സന്ദേശമുണ്ടല്ലോ, ആ സന്ദേശം ലോകമെമ്പാടും എത്തിക്കാൻ, ഇന്നത്തെ യുവതലമുറയിൽ വിശ്വാസം ഉണ്ടാക്കാൻ, അവരെ പള്ളികളിലേക്ക് എത്തിക്കാൻ, അവരെ മതവിശ്വാസികളാക്കാൻ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി ഊന്നൽ നൽകാനുള്ള ചുമതല അദ്ദേഹത്തിന് ഉണ്ടാകും, പുതിയ മാർപ്പാപ്പയ്ക്ക് ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും. എന്തായാലും പുതിയ മാർപ്പാപ്പയിൽ ലോകം മുഴുവൻ പ്രതീക്ഷയർപ്പിക്കുന്നു. ഒപ്പം ഹരിദാസ് സാർ പറഞ്ഞതുപോലെ ഇന്ത്യയിലേക്കും മാർപ്പാപ്പയ്ക്ക് ഒരു ക്ഷണനം ഉണ്ടാവട്ടെ. അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാണ്. അദ്ദേഹത്തിന് ഇത്തരം രീതികൾ അല്ലെങ്കിൽ ക്രൈസ്തവ മേധാവിമാരെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ പറയുന്ന പോലെ ഒരു മനോഭാവമുള്ള ആളെയല്ല നമ്മുടെ പ്രധാനമന്ത്രി. അപ്പോൾ അത്തരത്തിൽ പുതിയ പോപ്പിന്റെ ഒരു അനുഗ്രഹം ഇന്ത്യക്കും ലഭിക്കട്ടെ എന്ന് നമുക്ക് ഹരിദാസ് സാർ പറഞ്ഞതുപോലെ പ്രത്യാശിക്കാം. വ്യക്തമാണ്. താങ്ക് യു സർ.